സോഫ്റ്റ്വെയർ ചെയ്യുന്ന സമയത്ത് ബേസിക്കലി ഒരു സോഫ്റ്റ്വെയർ ടെക്നീഷ്യൻ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും മിനിമം ക്വാളിറ്റി എന്തൊക്കെയാണെന്ന് അറിയോ? ഏറ്റവും കുറഞ്ഞത് ഒരു സിസ്റ്റത്തെ കുറിച്ച് അറിഞ്ഞിരിക്കണം, കമ്പ്യൂട്ടറിനെ കുറിച്ച് മിനിമം അറിഞ്ഞിരിക്കണം, വേണ്ടേ? സിസ്റ്റം ഫോർമാറ്റ് ചെയ്യാൻ അറിയുന്ന എത്ര പേരുണ്ട് ഇതിനകത്ത്? കമ്പ്യൂട്ടർ ഫോർമാറ്റ് ചെയ്യാൻ അറിയുന്നവർ? ഓക്കെ, നിങ്ങൾ സാധിക്കും. ഈ സിസ്റ്റം ഫോർമാറ്റ് ചെയ്യാൻ അറിയില്ല എത്ര പേരുണ്ട്? സിസ്റ്റം ഫോർമാറ്റ് ചെയ്യാൻ അറിയില്ല? ഇല്ല. ഓക്കെ, സിസ്റ്റം ഫോർമാറ്റ് ചെയ്യാൻ പഠിക്കണം. അതെന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ആ ബാക്കിലിരിക്കുന്ന 3 പേര് പരസ്പരം വർത്തനം പറഞ്ഞാൽ ഞാൻ പറഞ്ഞ വർത്തനം കേൾക്കൂല, ശരിയല്ലേ? നിങ്ങൾ ഒരുമിച്ച് വന്നതാണോ 3 പേരും? ആണോ? അതാണ്, ശ്രദ്ധിക്കണോട്ടോ ഇവിടെ. അപ്പോൾ സിസ്റ്റം ഫോർമാറ്റ് ചെയ്യേണ്ടത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാലേ, സിസ്റ്റം ഫോർമാറ്റ് ചെയ്താൽ തന്നെ നമുക്കൊരു ബേസ് അല്ലെങ്കിൽ ഒരു ഇത് കിട്ടും. കൂടുതൽ ആൾക്കാരും സംശയം ചോദിച്ച് നമ്മളെയൊക്കെ വിളിക്കുമ്പോൾ കൂടുതലും പ്രശ്നം അവർക്ക് ഈ സിസ്റ്റമായിട്ടുള്ള ഒരു നോളജ് ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്. ബേസിക്കലി വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന കേസാണ്. സാധാരണ നമുക്കിത് ചെയ്ത് പഠിച്ചാലുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ ഷോപ്പിൽ ആരെങ്കിലും ഒരു ലാപ്ടോപ്പോ അല്ലെങ്കിൽ കൂടുതലും ലാപ്ടോപ്പാണ് കൊണ്ടുവരിക, അല്ലേ? ഒന്ന് സോഫ്റ്റ്വെയർ ചെയ്യണം അല്ലെങ്കിൽ ഒന്ന് ഫോർമാറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ 500 രൂപ നമുക്ക് കിട്ടും ഏറ്റവും കുറഞ്ഞത്. പിന്നെ വിൻഡോസ് ഒറിജിനൽ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഒറിജിനൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്, ചെറിയ പൈസക്കാണ്. ഷംസുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒറിജിനൽ കീ കിട്ടും ചെറിയ എമൗണ്ടിന്. കുറേയൊക്കെ ഒറിജിനൽ വിൻഡോസ് യൂസ് ചെയ്യുന്ന എത്ര പേരുണ്ട്? ഒറിജിനൽ വിൻഡോസാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, എൻ്റെ സിസ്റ്റം ഒറിജിനലാണ്. എത്ര പേരുണ്ട്? കൈ പൊങ്ങട്ടെ ഇങ്ങട്. ഭക്ഷണം കഴിച്ച് കൂടിപ്പോയതാണോ കുറഞ്ഞതാണോ? കൂടിയതാ. കൂടി. ഒന്നാമത് ഭക്ഷണം കഴിച്ചിട്ടുള്ള സെക്ഷനിൽ ഭയങ്കര പ്രശ്നമാണ്. എല്ലാവരും ഇരുന്ന് ഉറങ്ങും, ആ മൂലയിലൊക്കെ ഇരുന്ന് വർത്താനം പറയാ, അല്ലേ? കുഴപ്പമില്ല. അപ്പൊ ഈ ഒറിജിനൽ വിൻഡോസിന്റെ പ്രത്യേകത ഉണ്ട്, ഈ ഡ്രൈവർ പെട്ടെന്ന് ക്രാഷ് ആയി പോകില്ല, അല്ലേ? ഡ്രൈവർ അങ്ങനെ പോകില്ല. നേരെ മറിച്ച് നമ്മൾ ക്രാക്കാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡ്രൈവർ പ്രോപ്പറായിട്ട് എടുക്കാതിരിക്കുക, ചില എററുകൾ വരിക, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. പിന്നെ അതേപോലെ തന്നെ 64 ബിറ്റും 32 ബിറ്റും 2 ബിറ്റ് വരുന്നുണ്ട് സിസ്റ്റത്തിൽ, അറിയോ? എല്ലാവർക്കും അറിയാം. 64 ബിറ്റാണ് നമുക്ക് റാമൊക്കെ കൂടുതൽ യൂസ് ചെയ്യാനും ഗെയിമിങ്ങിനും നമ്മളെ പരിപാടിക്കൊക്കെ ഏറ്റവും ബെറ്റർ 64 ബിറ്റാണ്. പക്ഷെ 64 ബിറ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു പ്രശ്നം വരും, ഡ്രൈവർ സിഗ്നേച്ചർ വെരിഫിക്കേഷൻ, ഇല്ലേ? അതെങ്ങനെ ഫിക്സ് ചെയ്യുക? ഞാൻ പറയുന്നത് ചില ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഇതറിയാതെ ഞാനിത് നെക്സ്റ്റ് പോയിട്ട് എവിടെയും പോയിട്ട് കാര്യമില്ല. നിങ്ങളെ അടിത്തറ ക്ലിയർ അല്ലാതെ നിങ്ങൾ മുകളിലേക്ക് ജസ്റ്റ് ഒരു SP ഫ്ലാഷ് ടൂൾ തുറന്നൊരു ഡ്രൈവർ എടുത്ത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തൊരു സോഫ്റ്റ്വെയർ ചെയ്തിട്ട് കാര്യമില്ല. ഈ ബേസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ വെരിഫിക്കേഷൻ സിഗ്നേച്ചർ ഉണ്ടല്ലോ, ഇതെങ്ങനെയാണ് നിങ്ങൾ ഫിക്സ് ചെയ്യുക? അഡ്വാൻസ് ഓപ്ഷനിൽ പോയിട്ട് റിക്കവറി പോയിട്ട് സിസ്റ്റം തീർച്ചയായിട്ടും അഡ്വാൻസ്ഡ് ബൂട്ട് മെനു കൊടുത്തിട്ട് 7 അടിച്ചു കൊടുക്കും, അല്ലേ? അങ്ങനെയല്ല എല്ലാവരും ചെയ്യുക. എന്നാൽ മാത്രമേ, ചിലപ്പോൾ നമ്മൾ ഇത് ചെയ്യാൻ മറന്നിട്ടുണ്ടാവും. നമ്മളൊരു ഫയൽ ഡൗൺലോഡ് ഇടണം. എല്ലാവർക്കും ചിലപ്പോൾ ഹൈ സ്പീഡ് വൈഫൈ ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ ചില ഫയലുകൾ, ചിലപ്പോൾ ആപ്പിളിൻ്റെയൊക്കെ ഫയലാണെന്നുണ്ടെങ്കിൽ 7 GB, അല്ലേ? അല്ല ലേറ്റസ്റ്റ് ചില വിവോൻ്റെ ഫയലുകളുണ്ട് 7 GB ഒക്കെ വരുന്നത്. ഇത് ഡൗൺലോഡിനിട്ട് ഒരു 4 GB ആകുമ്പോഴേക്കുള്ള ഒരു FRP ചെയ്യാൻ വരിക ആരെങ്കിലും. നമ്മളതിൽ അൺലോക്ക് ടൂൾ ഉണ്ടാവും, പക്ഷെ ചിലപ്പോൾ ഡ്രൈവർ ഉണ്ടാവില്ല. പക്ഷേ ഡ്രൈവർ ഇൻസ്റ്റാൾ ആവില്ല, അല്ലേ? സിഗ്നേച്ചർ വെരിഫിക്കേഷൻ ഫെയിൽ കാണിക്കും. അപ്പം എന്താ ചെയ്യുക? അതിനെന്തെങ്കിലും ഒരു സൊല്യൂഷൻ നിങ്ങൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ സിസ്റ്റം 64 ബിറ്റായിട്ടുള്ള നിങ്ങളുടെ സിസ്റ്റം ഓണായി വരുമ്പോൾ തന്നെ ഡ്രൈവർ സിഗ്നേച്ചർ വെരിഫിക്കേഷൻ ഓഫ് ആക്കിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റം നിങ്ങൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ട്. എങ്ങനെയാ? ഈസി ഫേംവെയർ ഡിസേബിൾ ചെയ്യാൻ പറ്റും, അല്ലേ? ഒരു സോഫ്റ്റ്വെയർ ഉണ്ട് അതിന്. ഒരു സോഫ്റ്റ്വെയർ നമ്മൾ സിസ്റ്റം ഫോർമാറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ബേസിക്കലി സെറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാൻ പറ്റിയൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. അതിൻ്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കാണിക്കാൻ പറ്റുമോ? ഒരു ടൂള് പറഞ്ഞു കഴിഞ്ഞാൽ വിനാരിയോ ട്യൂക്കർ